ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ 1883 കോടിക്ക് FIIs സെല്ലേഴ്സാണ്. ലാസ്റ്റ് 5 സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ FIIs 14,271 കോടിക്ക് സെല്ലർ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, ഓരോ സെല്ലറിനും ഒരു ബയറുണ്ട്, അതുകൊണ്ടാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അബ്സോർബ് ചെയ്ത് പോയി. എന്നിട്ട് മാർക്കറ്റ് എന്താ കയറാത്തത്, അല്ലെങ്കിൽ സ്റ്റാഗ്നേറ്റ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ താഴോട്ട് പോകണമെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്നറിയോ നിഖിൽ? വേറൊന്നുമല്ല, ബൈ ചെയ്യാൻ ആൾക്കാർ വരുമ്പോൾ അതിനനുസരിച്ച് സപ്ലൈ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹയർ റേറ്റ് ചോദിക്കേണ്ട കാര്യമില്ല. സെല്ലർ നമുക്ക് തരാൻ തയ്യാറാണ്. അപ്പൊ ഈ FIIs സെല്ലേഴ്സായിട്ട് നേരെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ ഈ റേറ്റിൽ ഇങ്ങ് തരികയാണ്. അപ്പൊ ഈ സെല്ലേഴ്സിന്റെ എണ്ണം കുറയണമെന്ന് വിചാരിക്കാം, FII സെല്ലിങ്ങിന്റെ എണ്ണം കുറയുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് ആവശ്യമുള്ള ഷെയർ ബൈ ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ സെല്ലേഴ്സ് അധികം ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് സെല്ലേഴ്സിനെ മോഹിപ്പിക്കാൻ നമ്മൾ റേറ്റ് മുകളിലേക്ക് ഇട്ട് ചോദിക്കും. 10 രൂപയുടെ സാധനമല്ലേ, 11 രൂപ തരാം, 12 രൂപ തരാം. അവിടെ സെല്ലിംഗ് നടക്കുമ്പോഴാണ് 10 രൂപയുടെ സ്റ്റോക്ക് 12ലേക്ക് പോകുന്നതും മാർക്കറ്റ് കയറുന്നത്. അപ്പൊ സെല്ലിങ്ങും ബൈയിങ്ങും മാർക്കറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന പ്രത്യേകതയാണ്. ബട്ട് എത്ര സെല്ലേഴ്സ് ഉണ്ട് അതിന് ഇക്വലന്റ് ആയിട്ട് എത്ര ബയേഴ്സ് ഉണ്ട്, അതിന് ഇക്വലന്റ് ആയിട്ട് എത്ര സെല്ലേഴ്സ് ഉണ്ട് എന്നാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതോ താഴേക്ക് പോകുന്നതോ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത്.